അതിന്റെ ഏറ്റവും തീവ്രതയിൽ പകർത്തിയിരിക്കുന്ന ഹ്രസ്വചിത്രമാണ് ദൈവത്തിന്റെ നൂൽപ്പാവകൾ. ഒരു കൂട്ടം ബിരുദ വിദ്യാർത്ഥികളുടെ ശ്രമഫലമായിട്ടാണ് ദൈവത്തിന്റെ നൂൽപ്പാവകൾ നിർമ്മിച്ചത്. എന്റെ മോന് പനി കുറച്ചു കാലം കൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അസുഖവും വരില്ല. ക്യാൻസർ രോഗികളും അവരെ സ്നേഹിക്കുന്നവരും അനുഭവിക്കുന്ന വികാരങ്ങൾ അതിതീവ്രമായാണ് ദൈവത്തിന്റെ നൂൽപ്പാവകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിം ക്യാൻസർ രോഗികൾക്ക് കാണാൻ പറ്റുന്നതല്ലെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ പറയുന്നു. ഈ ഷോർട്ട് ഫിലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി ഇത്രയും രൂപയുടെ ചിലവുണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ ക്യാൻസർ കുട്ടികൾക്ക് അവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം കൊടുക്കണം എന്നൊരു മോട്ടിവേഷനിലാണ് നമ്മളിത് ചെയ്തത്. അല്ലാതെ ഈ ക്യാൻസർ പേഷ്യൻസിനെ കാണിക്കണം എന്നൊരു മോട്ടിവേഷനല്ല. ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഏതാനും പേരൊഴിച്ചാൽ മറ്റുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ്. നായക വേഷം ചെയ്തിരിക്കുന്നത് വലിയശാല രമേശ്. ഒരു കൂട്ടം യുവാക്കൾ സ്വന്തമായി പണിയെടുത്താണ് ഈ സിനിമയ്ക്കുള്ള നിർമ്മാണ ചെലവ് കണ്ടെത്തിയത്. സിനിമയുടെ അണിയർ പ്രവർത്തകരും യുവാക്കൾ തന്നെയാണ്. ഈ ചിത്രം കണ്ടവരെല്ലാം ആദ്യം തിരക്കിയത് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കണ്ണൻ എന്ന 4ാം ക്ലാസ്സുകാരനെയാണ്. കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവതരിപ്പിച്ച ഈ കുട്ടി പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റി കഴിഞ്ഞു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ മുന്നിൽ ഇനി വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട്. കഴിയുന്നത്ര സ്കൂളുകളിലും കോളേജുകളിലും ദൈവത്തിന്റെ നൂൽപ്പാവകൾ പ്രദർശിപ്പിക്കുക. ഇവിടെ നിന്ന് പണം ശേഖരിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ക്യാൻസർ രോഗികളെ സഹായിക്കുക. ഇതിനായി സത്കമയ എന്ന പേരിൽ ഒരു പദ്ധതിക്കും ഇവർ രൂപം നൽകി കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഒടുവിൽ വിവാഹ